കൊനിഷിവ. ഗുഡ് ബൈ ഡ്രാഗൺ ലൈഫ് എന്ന് പറയുന്ന ആനിമയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലോകം മൊത്തം പേടിച്ചിരുന്ന ഒരു പയ്യ ഡ്രാഗൻ ജീവിച്ചിരുന്നു. എൻ്റെ മരണം ഒരാളെ കൈകൊണ്ടാണെന്ന് വിചാരിച്ച് ഗോഡ്സിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡ്. അപ്പോൾ പോകാം. വെൽക്കം ബാക്ക് ടു ഒരു ആനിമേറ്റേഴ്സ്. നിങ്ങൾക്ക് എന്തിനു പിടിച്ചിട്ടുണ്ട്? അപ്പോൾ കത്തി ഊരാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രാഗൻ ചോദിക്കണം, സുഹൃത്തിനെ പോലെ ഇത്ര കാലം ജീവിച്ചിട്ടും താൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈറൊന്നും ഉണ്ടെന്നില്ല. തുടർന്ന് തൻ്റെ ചങ്ങല പൊട്ടിച്ച് ആ ഡ്രാഗൻ, പുരാതന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നു, താൻ കുറേ ദൈവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. പിന്നീട് ഞാൻ എൻ്റെ സോഡ് ക്രീം പീപ്പർ എടുത്തുകൊള്ളൂ എന്ന് പറയാൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ ആ ഒരു സീൻ കട്ട് ചെയ്യാണ്. സ്ഥലത്ത് എന്തോ സാധനം തുറക്കാനായി നോക്കുന്നു. അതെ, ഡ്രാഗനാണ്. അവൻ്റെ ഒരു ഡോള എന്നാണ് പേര്. ഡോള, നോക്കി, ഞാൻ നിൻ്റെ അപ്പായ്മാണ് എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോളിനെ കാണിക്കുകയാണ്. ഡോള എന്ന് ഒരു പെണ്ണിനെ പറയുകയാണ് ചെയ്യുന്നത്. നോക്കണമെങ്കിൽ നമ്മൾ ഹീറോ വലിയൊരാളായിരിക്കുകയാണ്. അങ്ങനെ എന്തു പറ്റി ഡോള എന്ന് പറയാൻ ചെയ്യുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് അടിക്ക് ഇറങ്ങുന്ന കാണിച്ച്. സോ ഇപ്പോൾ ഒരു വില്ലേജാണ് കാണിക്കുന്നത്. അങ്ങനെ വില്ലേജിൽ നമ്മൾ ഹീറോക്ക് ഇടുന്നുറങ്ങാൻ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണ്, കുറേ കാലമായിട്ട് ഡ്രാഗനായിരുന്നു കാലം, ഞാൻ ഇത്ര ഒന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചു. അങ്ങനെ 15 വയസ്സിൽ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ അവൻ്റെ ഫ്രണ്ടും അവനും കൂടി മീൻ പിടിക്കാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ അങ്ങനെ ഞാനും ഫ്രീ ആണെന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നെ വലിയ മീനെ പിടിച്ചവരാണ്. എന്താ ഡോറ വലിയ മീനെ പിടിച്ചിക്കണേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് വില്ലേജ് താളോട് പറയാണ്, ട്രെയിനിങ്ങിൽ ഹെൽപ്പ് ചെയ്യാനാണ് എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ മടിയില്ല പറയാണ് ചെയ്യുന്നത്. നാളെ ഒരു കേസിനായിട്ട് പോകാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ വില്ലേജിലത്തെ ആൾക്കാരൊക്കെ നല്ല രീതിക്ക് നോക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ അവൻ കൈകൊണ്ട് എന്തൊരു മാജിക് കാണിക്കുകയാണ്. അപ്പോൾ എന്തൊരു സാധനം നിലത്ത് വീണ്. അപ്പോൾ പറയാണ്, ഈ ഒരു കിളവിയാണ് ഈ വില്ലേജിലത്തെ. അപ്പോൾ പറയാൻ നിന്റെ മാജിക് ഇഷ്ടമായി. ടോള ഈ വില്ലേജ് കുറച്ചു കാലം ഈ ഒരു പെണ്ണാണ്. ഇവരുടെ പേര് ടീല എന്നാണ്. വില്ലേജിലത്തെ മെയിനാണ് പറയാണ്. ഇവള് ടോവലിലേടിയെ നോക്കിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ ഹീറോക്ക് വേണ്ടി കൈ ഇട്ടാണ്. അപ്പോൾ കൈ കൊടുത്തപ്പോൾ ഇവൾ കുറച്ച് സ്കില്ലഡ് ആണ്. ഇവിടെ കൈ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതിനുള്ള കുറച്ച് സാധനങ്ങളിട്ട് പോവാണ്. ഹ്യൂമൻസ് ഇങ്ങനെ ജീവിക്കണമെന്നാവും. ഭയങ്കര കഷ്ടമാണ് ഇവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കാനും പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ അവൻ്റെ വീട്ടിൽ എല്ലാ ഭക്ഷണങ്ങളും അവിടെ വെക്കണം ചെയ്യുന്നത്. അങ്ങനെ അവൻ തിന്നിട്ട് പറയാണ്, ഭയങ്കര ടേസ്റ്റുള്ളതാണല്ലോ ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയെന്ന്. അപ്പോൾ പറയാൻ ചെയ്യുന്നത്, നീ ഒരു കല്യാണം കഴിക്കുക എന്നത്. അപ്പം നാളെ ഒരു കേസുണ്ട്, അതിന് പോകണമെന്ന് പറയാൻ ചെയ്യുന്നത്. നല്ലപോലെ നോക്കി പോയെന്ന് പറയാൻ ചെയ്യുന്നത്. അവൻ്റെ അപ്പനോട് പറയുകയാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ കുറേ കഥകളായിട്ട് പറയാനുണ്ടാകുമെന്ന് പറയണേ. അങ്ങനെ വില്ലേജിൽ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. സോൾജർ പറയണേ, നീ പോയിട്ട് വന്നേ. അങ്ങനെ ഒരു വില്ലേജ് സെർച്ച് ചെയ്ത ആൾ വന്നിട്ട്, അങ്ങനെ ആ ലേഡി വന്നിട്ട് പറയണേ, പോയിട്ട് വന്ന് നോക്കി വന്ന്. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട് ഒരു സംഭവം എന്തോ പൊതിയിൽ കൊടുക്കുകയാണ്. എന്തോ വെള്ളത്തിൽ കൈവച്ച് പോവാണ് ചെയ്യുന്നത്. പിന്നീട് ഫുഡ് കഴിച്ച് പിന്നെ അവൻ പറയണേ, എന്തോ സംഭവം കാണാതെ പോയിട്ടുണ്ട്, അത് തപ്പിട്ടാണ് വന്നതെന്ന് പറയണേ. അവൻ കൈ ഇതാക്കിയിട്ട് എന്തോ ഒരു പവർ വെച്ചിട്ടും അവൻ്റെ എന്തോ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഹീറോ കത്തിയിട്ട് അവിടേക്ക് ചൂണ്ടി നിൽക്കുന്നു. ലാബിയാണ് വന്നിട്ടുള്ളത്, നീ തനിയാണോ ഹ്യൂമൻസ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹീറോ ഇപ്പം ലാമൻസ് എല്ലാം നല്ല ഭംഗിയുണ്ടോ എന്ന് പറയണം. ഹ്യൂമൻസിനെ ഇങ്ങനെ മയക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തൊക്കെ ഡാൻസ് എന്തോ കോപ്പറയും കട്ടുന്നു. നമുക്ക് ചെറിയൊരു ആർക്കറിയാം. അപ്പോൾ എന്തോ ഡീമൺ പോലത്തെ സംഭവം പിടിക്കാമെന്ന് നമ്മൾ ഹീറോ രക്ഷിക്കുകയാണ്. പിന്നെ നമ്മൾ ഹീറോ അവിടുന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവരാൻ പേടിക്കുന്നുണ്ട്. വാല് കാണുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ പേടിക്കണ്ട, ഞാനുണ്ട് എന്ന് പറയാണ്. നല്ല ദേഷ്യത്തിലുള്ള ഡീമനാണ്. വില്ലേജിൽ എന്തോ പുക പോലത്തെ മണൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആ ഡീമനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയാണ്. കൊല്ലാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. എന്ത് ഒരുമിച്ച്? എനിക്കെന്തോ ഒരു പവറില്ല, അത് നീ യൂസ് ചെയ്യും, ഞാനപ്പോൾ പെട്ടെന്ന് പോയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാം എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ ഹീറോ ഓക്കെ എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മാരേജ് എന്ന് ഒരു വാക്ക് വരാണ് ചെയ്യുന്നത്.
മനസ്സുകൊണ്ട് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ സിഗ്നൽ എടുക്കുന്നു. പെട്ടെന്ന് രണ്ടാളും ഫാസ്റ്റായിട്ട് പോയിട്ട് ആ ടീമിനെ കില്ല് ചെയ്യാനായിട്ട് നോക്കുകയാണ്. എന്തൊരു പവർ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പാമ്പ് വന്നിട്ട് അതിനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മൾ ഹീറോ പെട്ടെന്ന് വന്നിട്ട് അവൻ്റെ ഡ്രാഗൻ്റെ എന്തോ പവർ ഉപയോഗിച്ച് ആ ടീമിനെ കൊല്ലാണ് ചെയ്യുന്നത്. അങ്ങനെ മണലൊക്കെ കൂടി അതിൻ്റെ മേത്തേക്ക് ആവാനും ചെയ്യുന്നത്. നിനക്കെന്താ പറ്റി? വായ്ക്കുള്ളൂ മണൽ പോയി. അതൊന്നുമില്ല, പോകുമെന്ന് വരാൻ വില്ലേജിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്നത്. എൻ്റെ പേര് ലാമിയ എന്ന് പറയാൻ ചെയ്യുന്നത്. കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു സ്റ്റോൺ പോലത്തെ സംഭവം കളക്ട് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നീട് എന്തോ സൂപ്പ് എന്തോ ഉണ്ടാക്കിയിട്ട് നിന്നെ കണ്ടപ്പോൾ പേടിച്ചില്ല എന്ന് ചോദിക്കുകയാണ്. ഇല്ല, നിന്നെ കണ്ടപ്പോൾ പേടിയൊന്നും വന്നിട്ടില്ല, നിന്നെ ബ്യൂട്ടിഫുള്ളായിരുന്നു എന്ന് പറയാൻ ചെയ്യുന്നു. നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തീർച്ചിട്ട് വന്നതാണ്, എനിക്ക് 17 വയസ്സായി എന്ന് പറയാൻ ചെയ്യുന്നത്. ഞങ്ങൾ ലാമിയ ടയറായിട്ട് മാത്രമേ ഹ്യൂമൻകൾ ജനിക്കുള്ളൂ. അപ്പോൾ ലാമിയ പകുതി മനുഷ്യനും പകുതി പാമ്പുമാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. ഹ്യൂമൻസിനെ കിസ് ചെയ്താൽ അവർക്ക് പോയിസൺ ഉണ്ടാകുമെന്ന് പറയാൻ ചെയ്യുന്നത്. സോങ്ങായിട്ടുള്ള ആളാണ് തീർന്നത്. എൻ്റെ അപ്പായമ്മ ഇങ്ങനത്തെ അഡ്വഞ്ചർ പോയതാണ്, അത് നല്ല ഇനായിരിക്കും എന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നെ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. നീ പറയുന്നതൊക്കെ നല്ല ക്യൂട്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, കഴിച്ചു പോയിട്ട് പറയുക എന്ന് പറയാൻ. അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഫാമിലിനേക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. എൻ്റെ ഫാമിലിനും എനിക്ക് ഇഷ്ടമാണ് ഡ്രാഗൺ ലീഫ് എന്നും ഇത് എത്രയോ നല്ലതാണ് എന്ന് പറയാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഹീറോ. അങ്ങനെ എനിക്കും എൻ്റെ ഫാമിലിനെ ഇഷ്ടമാണ് എന്ന് രീതിക്ക് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് അവിടെ സീൻ കട്ട് ചെയ്ത് രാവിലെ ആവണേ. എന്നാൽ ശരി, നീ നല്ല പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്ന് പറയാൻ ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ലേറ്ററിന് പവർ കൊടുക്കുകയാണ്, അത് ഡ്രാഗൻ്റെ. അപ്പോൾ ഡ്രാഗൺ പവർ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പഠിക്കണമെന്ന് പറയണേ. അങ്ങനെ നീ നിൻ്റെ ഫ്രണ്ടിനെ തരുമ്പോൾ ഞാൻ വില്ലേജിലേക്ക് പോകണമെന്ന് പറയണേ. എന്നാൽ നീ എൻ്റെ വില്ലേജിലേക്ക് പോകാൻ എന്ന് പറയണേ. നല്ല ഞാൻ വരാൻ പറ്റുമെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് ബായ് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഉണ്ടാവാണ്. സീസൺ 1 1ാമത്തെ എപ്പിസോഡ് ഉണ്ടാവാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വരും. ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻറ്റ് അറിയിക്കുക. കൂടുതലൊന്നും പറഞ്ഞ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഡീമൺസ് ഷാഡോ റിവീൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ എല്ലാവർക്കും കണ്ടതിന് നന്ദി.